നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളികൾ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ 5 ദിവസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ബഹ്റിൻ കേരളീയ സമാജത്തിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ബഹ്റിനിൽ എത്തിയപ്പോഴാണ് ഗതാഗത മന്ത്രി പ്രഖ്യാപനം നടത്തിയത്. നേരത്തെ അവധിക്കായി നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റ് തീയതി ലഭിക്കാൻ അനുഭവിക്കുന്ന പ്രയാസം ചൂണ്ടിക്കാണിച്ച് മന്ത്രി നിവേദനം സമർപ്പിച്ചിരുന്നു. കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റും ബഹ്റിൻ കേരളീയ സമാജം കോർ കമ്മിറ്റി അംഗവുമായ രാജേഷ് കോടോത്താണ് നിവേദനം നൽകിയത്. നിവേദനം ലഭിച്ച അതേ വേദിയിൽ തന്നെയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തീർപ്പ് കൽപ്പിച്ചത്. മന്ത്രിയുടെ പ്രഖ്യാപനത്തെ കയ്യടികളോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. 40ഓളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ എയർ കണ്ടീഷൻ സംവിധാനത്തോടെ ആരംഭിക്കുന്നതും മികച്ച സൗകര്യങ്ങളോട് ബസ് വെയിറ്റിംഗ് ഏരിയകൾ ആരംഭിക്കുന്നതും ദീർഘദൂര സർവീസുകളിൽ ബസ് റൂട്ടിൽ യാത്രക്കാരന് സൗകര്യപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന യാത്രക്കാരനെ കയറ്റുന്ന രീതി, കടന്നുപോകുന്ന ബസ്സിൽ സീറ്റുണ്ടോ എന്ന് മൊബൈൽ ആപ്പ് വഴി അറിയാനുള്ള സംവിധാനം തുടങ്ങിയ നിരവധി നടപടികളാണ് KSRTC നവീകരണവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ പ്രവാസികളുമായി പങ്കുവച്ചത്. അതേസമയം നിലവിൽ ലൈസൻസിനായി പ്രവാസികൾ നാട്ടിലെത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. അതാണ് മന്ത്രിക്ക് മുന്നിൽ ഉന്നയിക്കപ്പെട്ടത്. 1 മാസത്തെ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള അപേക്ഷ നൽകി കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞുള്ള ടെസ്റ്റ് തീയതിയാണ് ലഭിക്കാറുള്ളത്. ഇത് കാരണം പ്രവാസികൾക്ക് ടെസ്റ്റിന്റെ ഭാഗമാകാൻ സാധിക്കാറില്ല. ഇത്രയും സമയത്തിനുള്ളിൽ പ്രവാസികൾ അവധി കഴിഞ്ഞ് മടങ്ങിപ്പോയിട്ടുണ്ടാവും. പലതവണ ടെസ്റ്റിന് അപേക്ഷ നൽകിയിട്ടും തീയതി ലഭിക്കാത്തത് കാരണം ലൈസൻസ് എടുക്കാൻ സാധിക്കാത്ത നിരവധി പേരാണ് പ്രവാസ ലോകത്തുള്ളത്. നിലവിൽ GCC രാജ്യങ്ങളിൽ ഡ്രൈവിംഗിൽ വൈദഗ്ധ്യം നേടിയ പലർക്കും ലൈസൻസ് ഇല്ലാത്തതിനാൽ സ്വന്തം നാട്ടിൽ വാഹനം ഓടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ടെസ്റ്റ് വേഗത്തിലാകുന്നതോടെ ഇതിന് പരിഹാരമാകും. അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും നീണ്ടു നിൽക്കുന്നതുമായ ഓണാഘോഷം സംഘടിപ്പിച്ച ബഹ്റിൻ കേരളീയ സമാജത്തെ മന്ത്രി അഭിനന്ദിച്ചു. തിരുവോണം ഇത്രയും ഊർജ്ജസ്വലമായ സമൂഹത്തോടൊപ്പം ആഘോഷിക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. തിരുവോണം പ്രവാസികൾക്കൊപ്പം ആഘോഷിക്കാൻ തയ്യാറായതിൽ മന്ത്രിയെ ബഹ്റിൻ കേരളീയ സമാജം അഭിനന്ദിച്ചു.